ആറാമത്തെ യൂണിറ്റ്, അതായത് ലീപ്സ് ആൻഡ് ബൗണ്ട്സ്. ഇതൊന്നും ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ. ഡിബേറ്റ് എന്ന് വെച്ചാൽ ശരിക്കും ഒരു സംവാദം എന്നുള്ളതാണ് മലയാളത്തിൽ നമ്മൾ അതിന്റെ അർത്ഥമായിട്ട് പറയാം. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് തരും നമുക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡ്രഗ് യൂസേജ് ആണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാതിരിക്കാം. സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു മാർക്കിനനുസരിച്ചാണ് 6 മാർക്കിനാണെങ്കിൽ ചുരുങ്ങിയത് നിങ്ങൾ ഒരു 6 ചെറിയ പോയിന്റുകൾ, വലിയ പോയിന്റുകളാണെങ്കിൽ 3 വലിയ പോയിന്റുകൾ എഴുതണം. ഇനി സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പോയിന്റുകൾ എഴുതലാണ് ഡിബേറ്റിൽ നമ്മൾ ചെയ്യേണ്ടത്. സംവാദമാണ്. നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ നടക്കുന്ന പോലെ സംവാദമാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് യുവർ സ്കൂൾ ഇസ് കണ്ടക്ടിങ് എ ഡിബേറ്റ് ഓൺ ദ ടോപ്പിക് ഇന്റർനെറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് വില്ലൻ ഓഫ് 21st സെഞ്ചുറി. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ആണ്. നിങ്ങൾക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാതിരിക്കാം. റൈറ്റ് 4 ആർഗ്യുമെന്റ്സ്, 2 ഫോർ ബോത്ത് മോഷൻ ആൻഡ് 2 അഗെയിൻസ്റ്റ് ദ മോഷൻ. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് 2 പോയിന്റ്, സപ്പോർട്ട് ചെയ്യാതെ എതിർത്തുകൊണ്ട് 2 പോയിന്റ്. ഇങ്ങനെ ചോദിക്കാറ് വളരെ റെയർ ആണ്. സാധാരണ ഇതിൽ നമുക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു 4 പോയിന്റ് എഴുതുക, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാതെ ഒപ്പോസ് ചെയ്തുകൊണ്ട് 4 പോയിന്റ് എഴുതുക എന്നുള്ളതാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, സോ നമുക്ക് രണ്ടിലും എഴുതി നോക്കാം. ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. അതായത് ശരിക്കും 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ഇന്റർനെറ്റ് ആണ് എന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. Destruction of social skills. The internet creates a false sense of connection. As Andrew Sullivan points out, people are becoming hermit crabs. എന്ന് വെച്ചാൽ ഒരു ഷെല്ലിനകത്ത് ഒതുങ്ങിക്കൂടുന്ന ജീവികളായിട്ട് മനുഷ്യന്മാർ മാറി. Isolated in their digital bubbles, losing the ability to interact face to face or notice their immediate surrounding. ചുറ്റുവട്ടത്ത് എന്താ നടക്കുന്നുള്ളതോ മുഖാമുഖം നോക്കി സംസാരിക്കാനോ പറ്റാത്ത ആളുകളായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ പോയിന്റ്. 2, പ്രൈവസി ആൻഡ് ക്രൈംസ്. അതായത് നമുക്ക് പ്രൈവസി നഷ്ടപ്പെടുന്നു, അതുപോലെ തന്നെ അത് കാരണം ഉണ്ടാകുന്ന ഒരുപാട് ക്രൈമുകളും കൂടുന്നു. The internet has given rise to cyber crimes, hacking and identity theft. നമ്മുടെ ഐഡന്റിറ്റി ആളുകൾ ദുരുപയോഗം ചെയ്യുന്നു, ഹാക്ക് ചെയ്യപ്പെടുന്നു, സൈബർ ക്രൈമുകൾ കൂടുന്നു. It creates an environment where privacy is constantly violated and dangerous individuals can exploit children and vulnerable people anonymously. അതായത് ഒന്നും ചെയ്യാൻ പറ്റാത്ത, പ്രതികരിക്കാൻ പറ്റാത്ത ഹെൽപ്ലെസ് ആയിട്ടുള്ള ആളുകളെ ദുരുപയോഗം ചെയ്യുന്നു, കുട്ടികളെയും ഒക്കെ ചൂഷണം ചെയ്യുന്നു, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയാം. അതായത് ഇന്റർനെറ്റ് ആണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിനെ എതിർത്തുകൊണ്ട് പറയാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് പറയാം? 2 പോയിന്റ് ഒപ്പോസ് ചെയ്തുകൊണ്ട് പറയാം. ഒന്നാമതായിട്ട് നിങ്ങൾ എതിർക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ഡെമോക്രൈറ്റൈസേഷൻ ഓഫ് നോളജ് ആണ്. എല്ലാവർക്കും അറിവ് ഒരുപോലെ ഈക്വലി അവൈലബിൾ ആണ്. ChatGPT ഞാൻ അടിച്ചു നോക്കിയാലും നിങ്ങൾ അടിച്ചു നോക്കിയാലും എനിക്ക് മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ട് അറിയാൻ പറ്റും, അല്ലേ? The internet is the greatest tool for education in human history. It provides equal access to knowledge for everyone. എല്ലാവർക്കും അറിവ് ഒരുപോലെ കിട്ടുന്നു, regardless of their location or social status, effectively becoming a voluntary destination for learning, as Esther Dyson suggests. അതായത് എസ്തർ ഡൈസൺ സൈബർ സ്പേസിൽ പറയുന്ന പോലെ തന്നെ എല്ലാവർക്കും ഇത് ആക്സസബിൾ ആണ്, അല്ലെങ്കിൽ എല്ലാവർക്കും ഇൻഫോർമേഷൻസ് ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള ലിമിറ്റേഷൻസ് ഒന്നും ഇല്ലാതെ കിട്ടുന്നു. അത് നമുക്ക് ഒന്നായിട്ട് പറയാം. രണ്ടാമത്തത് ഗ്ലോബൽ കണക്ടിവിറ്റി. ഈ ഒരു ഗ്ലോബ് മൊത്തം, നമ്മുടെ ഭൂമി മൊത്തം ഒരൊറ്റ സ്ഥലം പോലെ ആയിട്ടുണ്ട്, കാരണം നമുക്ക് എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യാം. ഫാർ ഫ്രം ബീങ് എ വില്ലൻ, ദ ഇന്റർനെറ്റ് ഈസ് എ ഹീറോ ദാറ്റ് കണക്ട്സ് ഫാമിലീസ് ആൻഡ് ഫ്രണ്ട്സ് അക്രോസ് കോണ്ടിനെന്റ്സ്. ചിലപ്പോൾ എൻ്റെ ചേട്ടൻ കാനഡയിലായിരിക്കും, എൻ്റെ ഉപ്പ ചിലപ്പോൾ ദുബായിലായിരിക്കും, പക്ഷെ എല്ലാവരുമായിട്ടും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെ കേരളത്തിൽ, കോഴിക്കോട് നിന്നുകൊണ്ട്. ഇറ്റ് അലോസ് ഫോർ ഗ്ലോബൽ കൊളാബറേഷൻ ഇൻ സയൻസ്, മെഡിസിൻസ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്, മേക്കിംഗ് ദ വേൾഡ് എ സ്മോളർ, മോർ യുണൈറ്റഡ് പ്ലേസ്. കുറച്ചും കൂടെ ഒരു കണക്ഷൻ ഉള്ള, കുറച്ചും കൂടെ എന്താ പറയുക, കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന, എല്ലാവരുമായിട്ട് പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കൊളാബറേഷൻസ് സാധ്യമാകുന്ന ഒരു സ്ഥലമാണ് എന്നും നമുക്കവിടെ പറയാം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡിബേറ്റ്, സംവാദം എഴുതേണ്ടത്.